നല്ല പഴുത്ത ഐറ്റംസ് പിന്നെ ഡയറക്റ്റ് കഴിക്കാവുന്നതാണ്. ഡേ മോട്ടു, കഞ്ചാവിൻ്റെ ചെടികളാണ് ഈ കാണുന്നത്. ഒരാളുടെ ആയുസിൽ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഞാനിന്നുള്ളത് പാർവതി വാലിയിലാണ്. അവിടുന്ന് അധികം ആൾക്കാരൊന്നും പോകാത്ത ഒരു ഹിഡൻ വില്ലേജിലേക്കുള്ള യാത്രയാണ്. റസോൾ വില്ലേജ് എന്നാണ് വില്ലേജിൻ്റെ പേര്. വില്ലേജിലേക്കുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. റസോൾ ട്രക്കിൻ്റെ എൻട്രൻസ് ഇവിടുന്നാണ് നമ്മൾ തുടങ്ങുന്ന ട്രക്ക് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ചെലാൽ വില്ലേജിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ എത്തുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ബോർഡൊക്കെ കാണാം. ആ ബോർഡിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് നടക്കാൻ പോകുന്നത്. ഇനി ഏകദേശം ഒരു 2.5 മണിക്കൂറത്തെ ട്രക്കിംഗ് ആണ്. നമുക്ക് അത്യാവശ്യം സ്റ്റീപ്പായിട്ട് കയറേണ്ട ഒരു ട്രക്കിങ്. അപ്പോൾ നമ്മളങ്ങനെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. റസോളിലേക്കുള്ള യാത്രയാണ്. ഒരു വളരെ ഉയരത്തിലുള്ള ഒരു വില്ലേജ് കാണാനായിട്ടുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് കുറച്ച് ആൾക്കാരുണ്ട്. 2 പേരുണ്ട് നമ്മുടെ കൂടെ. അമിത് ഭായ് ഉണ്ട്, പിന്നെ നമ്മുടെ സന്ദീപും ഉണ്ട്. അപ്പോൾ ഇവർ 2 പേരും നമുക്കൊന്ന് പരിചയപ്പെടാം. അമിത് ഭായ്, हेलो एवरीवन, ऑल गुड। तो हम जा रहे हैं अभी रसोल के लिए. लगभग 2.5 घंटे का एक हाइक है. देखते हैं फिर आगे का. उतना भी नहीं है कि मॉडरेट टू इजी रहेगा कि ट्रैक्स उतना स्टिफनेस नहीं आएगा, तो उस हिसाब से हम चले हुए हैं. अभी हाफ वे में भी नहीं पहुंचे हैं, तो देखते हैं आगे का क्या होता है. ओके संदीप. हाय, मेरा नाम संदीप है. ठीक है, मैं भी केरला से हूँ. മലയാളിയാണ്. അതെ, കുറച്ച് മലയാളം പറട്ടെ. അപ്പോൾ ഞാൻ ആസ് എ ട്രക്ക് ലീഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം വിസിറ്റ് ആണ് കേട്ടോ റസോൾ. ഞാനിവിടെ വന്ന് 2 മാസമായി റസോളിൽ വർക്ക് ചെയ്യുന്നത് ആസ് എ ട്രക്ക് ലീഡിങ് തന്നെ. അപ്പോൾ ഫസ്റ്റ് ടൈം സമയം കിട്ടിയപ്പോൾ നമ്മൾ റസോളിലേക്കാണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗൈഡ്, പിന്നെ നമ്മളെ ഒന്നിച്ച് നടക്കുന്ന നമ്മുടെ കമ്പാനിയനാണ് നമ്മുടെ അമിത് ഭായ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് നമ്മുടെ 3 പേര് തന്നെ നിങ്ങളുടെ ഹോസ്റ്റ് മൈക്കിൾ ബ്രോ എല്ലാവരും കൂടി നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവുക. അതെ, ഓക്കെ, നെക്സ്റ്റ്. യെസ്, അങ്ങനെ നമ്മൾ പരിപാടി തുടങ്ങിയേക്കുവാണ്. ട്രക്കിങ്ങിന് മുമ്പോട്ട് പോവാണ്. നമുക്കിനി 2 മണിക്കൂറൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ. നല്ല തണലൊക്കെ ഉള്ള ഒരു വഴി കൂടിയാണ് നമ്മുടെ യാത്ര. താഴെ നമുക്ക് റിവറിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ആ റിവറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ട്രയലാണ് ഇനി മുമ്പോട്ട് പോകാനായിട്ട് കിട്ടുന്നത്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ദൂരെ നോക്കുമ്പോഴേ കാണാം. അങ്ങനെയാണ് നമ്മൾ ഈ റിവർ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് കിടക്കുവാണ്. പിന്നെ ആ മലയുടെ സൈഡിൽ കൂടിയാണ് നമ്മുടെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അമിത് ഭായ് ഒക്കെ പറന്ന് കയറി പോയിട്ടുണ്ട്. ഇവർക്കൊക്കെ ഇത് എക്സ്പീരിയൻസാണ്. ഇവർ പരിചയമുണ്ട് ട്രക്കിങ്ങിന് പോയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവർ സ്പീഡിൽ പോയിട്ടുണ്ട്. ഞാൻ കുറച്ച് പതുക്കെയാണ് പോകുന്ന വഴി. ഇതുപോലെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്കുകളൊക്കെ കാണാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബ്രിഡ്ജ് ക്രോസിങ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ കുറച്ച് ഒരു ഏകദേശം ഒരു 1/2 മണിക്കൂർ നടന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ബ്രിഡ്ജ് കിട്ടിയത്. ചെറിയൊരു വഴിയാണ്, സൈഡിൽ പുഴ. കുറേ ആൾക്കാർ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് റസോൾ വില്ലേജിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. കയ്യിൽ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. പുല്ലും ഉണക്കപ്പുല്ലൊക്കെയാണ് പശുവിനെ കൊടുക്കാനായിട്ട്. അങ്ങനെയായിട്ട് നമ്മൾ ബ്രിഡ്ജിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. പുതുതായിട്ട് നിർമ്മിച്ചൊരു ബ്രിഡ്ജാണ്. നമ്മളിതുവരെ ചലാലിൽ പോലും കണ്ടതൊക്കെ പഴയൊരു ബ്രിഡ്ജാണെങ്കിൽ ഇത് പുത്തൻ ബ്രിഡ്ജാണ്. മൊത്തം ചെളിയാണ്. നമ്മൾ ഒരു സൈഡിൽ കൂടെ നൈസായിട്ട് കടന്നു പോകണം. ഇനിയിപ്പം ഈ പുഴയെ ലക്ഷ്യമാക്കിയാണ് നമുക്കിനി മുമ്പോട്ട് പോകേണ്ടത്. ഇവിടെ നമുക്ക് റസോൾ വില്ലേജ് കാണാനൊന്നും പറ്റിയില്ല. ഇനിയും കുറച്ച് ദൂരം പോയി കഴിഞ്ഞാലേ ഉള്ളൂ ശരിക്കുള്ള ആ റസോൾ വില്ലേജിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കിട്ടിത്തുടങ്ങുള്ളൂ. ഈ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു തരം ചെടിയാണ്. ഇതിൽ ചെറിയ മുള്ളൊക്കെ കാണാം. പക്ഷേ ഇത് മേത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലും ബഹളമാണ്. അപ്പം ഇതുപോലത്തെ ചെടികളിലൊക്കെ തൊടാതിരിക്കാൻ ശ്രമിക്കുക. ഇത് ഈ പോകുന്ന വഴിയിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. അമിത് ഭായിയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം കാണിച്ചു തന്നെ. അപ്പോൾ എന്തായാലും ഇൻഫോർമേറ്റീവായിട്ടൊരു ഐഡിയ കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കൈയൊക്കെ ഇത് അറ്റം വരെ ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലത്തെ ഒരു വളരെ ഇച്ചിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ആ ചെടിയെ തൊട്ടാൽ കിട്ടുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് വീണ്ടും വൈൽഡ് ബെറീസ് കിട്ടിയിട്ടുണ്ട്. അമിത് ഭായ് വൈൽഡ് ബെറീസ് പറിക്കുന്നു. ഇരിക്കട്ടെ, നല്ല മുഴുത്ത ഐറ്റംസാണ്. ഇവിടെയുള്ള വൈൽഡ് ബെറീസ് ഒക്കെ ഇതാണ്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മുള്ളൊക്കെ ഉണ്ട്. അവിടെ കയ്യിലൊക്കെ കുത്തിക്കഴിതാണ്ട് അമിത് ഭായിയുടെ കൈയൊക്കെ ചെറുതായിട്ട് മുറിഞ്ഞ് മുറിഞ്ഞ് കൈ മുറിഞ്ഞിട്ടുണ്ട്. നല്ല പഴുത്ത ഐറ്റംസ്. ഒരു രക്ഷയില്ല. നല്ല പുള്ളിയും മധുരവും കൂടെ കൂടിയ ഒരു ടേസ്റ്റാണ് ഇതിന്. That was your energy bar. Yes, energy.
അങ്ങനെ ഏകദേശം നമ്മൾ 1 മണിക്കൂർ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പാറയൊക്കെ ആയിട്ട്, ഒരു സൈഡിൽ പാറയാണ്, ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു മലയിടുക്കിലായിട്ട് ഒരു വാട്ടർഫാൾ കാണാൻ കഴിയും. ഇതാണ് നമ്മൾ റസോൾ വില്ലേജിലേക്ക് പോകുമ്പോൾ കാണുന്ന ആ വാട്ടർഫാൾ. അപ്പോൾ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ശക്തമല്ല. പക്ഷേ ശരിക്കൊരു ആഗസ്റ്റ് സമയത്തൊക്കെ നമ്മൾ വരുവാണെങ്കിൽ ഈ വാട്ടർഫാൾ നല്ലൊരു ശക്തിയിൽ ഒഴുകുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം. സന്ദീപിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെരി നൈസ്. കുളിക്കാൻ തോന്നുന്നുണ്ട്. നല്ല ചൂട്, വേർത്ത് കുളിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ ഒടുക്ക തണുപ്പായിരിക്കും. നല്ല തണുപ്പായിരിക്കും. ഡയറക്റ്റ് മുകളിൽ നിന്ന് വരുന്ന അതാണ് നല്ല തണുപ്പായിരിക്കും. अभी हम हैं रोडोडेंड्रॉन के फ्लावर्स के बीच के पेड़ों में, जो आप जैसे ये देख सकते हैं, ये पेड़ है. ये पेड़ असल में रोडोडेंड्रॉन बोलते हैं इनको. हम बोलते हैं लोकली अपनी भाषा में बुरांस. तो बुरांस के जो पेड़ है इनके कई यूजेस है. लाइक आप इनके फूलों के चटनी बना सकते हैं, जूस बना सकते हैं जिसको हम रुआवज़ा बोलते हैं. इवन बाकी भी काफ़ी आइटम है इसकी हम बना सकते हैं. तो ये काफ़ी यूज़फुल पेड़ है. इसका जूस भी बनाते हैं, स्क्वाश वगैरह ऐसे. ലോക്കൽ काफ़ी वो है അച്ചാർ अचार पिकल. ഇവിടെ കണ്ട ഈ മരത്തിൻ്റെ ഇത് വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ട്രെക്കിങ്ങിനൊക്കെ പോകുന്ന വഴിയിൽ ചെറിയ ദാബയിൽ ഇതിൻ്റെ സ്ക്വാഷും കാര്യങ്ങളൊക്കെ നമുക്ക് കുടിക്കാൻ കഴിയുന്നതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗ്രഹൺ വില്ലേജിൽ പോകുന്ന വഴിക്ക് ഇതിൻ്റെ സ്ക്വാഷൊക്കെ കുടിച്ചാണ്. വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് വെച്ചിട്ട് ചട്നിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അമിത് ഭായ് ആ പൂ പറിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അധികം പൂവൊന്നുമില്ല, സീസണല്ല. പക്ഷെ നമുക്ക് ഒരു പൂ കിട്ടിയിട്ടുണ്ട്. എൻ്റെ വളരെ റിസ്ക് എടുത്താണ് അമിത് ഭായ് നമുക്ക് വേണ്ടി പറിക്കുന്നത്. ഇതിൻ്റെ പൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് കയ്യിലേക്ക്. ഇതിപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വേർഷനാണ്. അപ്പോൾ ഇത് വലുതായി കഴിയുമ്പോഴാണ് ഈ പൂ വെച്ചിട്ട് 4 ബണ്ടിൽ ഒന്നിച്ച് സെയിം ഒരു 4-5 എണ്ണം ഉണ്ടാവും ഒന്നിച്ച്. ആ ഇത് ഒന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണങ്ങിയിട്ട് ഇതായിട്ടുണ്ട്. അതാണ് സെയിം ഡിസൈൻ ഒരു 4-5 എണ്ണം. പക്ഷേ ഇത് എഡിബിളാണ്. നമുക്കിത് ഇങ്ങനെ ഡയറക്റ്റ് കഴിക്കാവുന്നതാണ്. ഇത് പൂവും ഒരു പുളിയൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള പൂവാണിത്. വെറുതെ അല്ല, ഇത് ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞാൽ ഒരു ശരി അടിപൊളിയായിരിക്കും. ഇവരാണ്ട് പറന്ന് മുകളിൽ കയറിയിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴി ആണ്ട് കുറച്ചുകൂടെ നല്ല ഹൈറ്റ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് താഴെ ചലാൽ വില്ലേജിൻ്റെ വ്യൂ ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.25 മണിക്കൂർ നമ്മൾ ട്രെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇത്രയും ഹൈറ്റിൽ നിന്നുള്ള ആ ചലാൽ വില്ലേജിൻ്റെ വ്യൂ ഒക്കെ കിട്ടാൻ തുടങ്ങിയത്. ട്രെക്കിങ് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ വിചാരിക്കും ഈ ട്രയൽ ഇപ്പോൾ തീരുമെന്ന്. പക്ഷേ ഇല്ല, നല്ലൊരു സമയമുണ്ട്. താഴെ എഴുതി വെച്ചേക്കുന്ന 2.5 മണിക്കൂറത്തെ ട്രെക്കിംഗ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇവിടെയുള്ള ആൾക്കാർക്ക് കയറാനായിട്ടുള്ള ഒരു സമയമാണ് എഴുതിയേക്കുന്നത്. പക്ഷെ നമ്മൾ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ, ഇവിടെ ഇങ്ങനെ ട്രെക്കിങ് യൂസ്ഡ് അല്ലാത്ത ആൾക്കാർ, അവർക്ക് കുറച്ചും കൂടെ സമയമെടുക്കും. അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ വരുന്നവരെന്തായാലും രാവിലെ ഇറങ്ങുക, രാവിലെ നടന്നു കഴിഞ്ഞാൽ ഉച്ചയോടുകൂടി സാവധാനം നടന്ന് നമുക്ക് വില്ലേജിലെത്താവുന്നതാണ്. വില്ലേജിലെത്തി അവിടെ ഒരു ദിവസം താമസിച്ച് തിരിച്ച് നമുക്ക് കസോളിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ കഷ്ടപ്പാടില്ലാണ്ട് എൻജോയബിളായിട്ട് വില്ലേജൊക്കെ ആസ്വദിച്ച് പോരാവുന്നതാണ്. ഫസ്റ്റ് റെസ്റ്റിംഗ് പോയിന്റിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ധാബയൊക്കെ കാണാം. അപ്പോൾ ധാബയുടെ സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കോവർ കഴുതകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വില്ലേജിലേക്ക് സാധനങ്ങളൊക്കെ എത്തിക്കുന്ന കോവർ കഴുതകളുടെ പുറത്ത് വെച്ച് കിട്ടിയാണ്. അപ്പോൾ നമുക്ക് വരുന്ന വഴിയിലൊക്കെ ഇതുപോലെ ഒരുപാട് കോവർ കഴുതകളൊക്കെ കാണാം. വരുമ്പോൾ നമ്മൾ സൈഡ് മാറി കൊടുക്കുക, കാരണം അത് നമുക്ക് വേണ്ടി വഴി മാറി തരുന്നതായിരിക്കില്ല. കണ്ട് കുറേ എണ്ണം ഉണ്ട്, വാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കഴുത്തിലൊരു മണിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വരുന്നതിന് മുമ്പ് തന്നെ അറിയാൻ പറ്റും. ധാബയിൽ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ട്രെക്ക് മുമ്പോട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം പാതി ദൂരം നമ്മൾ പിന്നിട്ടിട്ടുണ്ട്. ഇനി ഏകദേശം 1 മണിക്കൂറൂടെ ട്രെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വില്ലേജിലേക്ക് എത്തിച്ചേരുവാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പം വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ കിട്ടിത്തുടങ്ങും. അപ്പോൾ എന്തായാലും നല്ലൊരു ടെറൈനിൽ കൂടെയാണ് യാത്ര. ഒരു സൈഡിൽ വലിയൊരു മൗണ്ടനാണ്, മൊത്തം പാറകളൊക്കെ ഇങ്ങനെ പൊട്ടി കുറേയൊക്കെ ഉരുണ്ട് വീഴാറായിരിക്കുന്ന ഒരു കണ്ടീഷനിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ സൈഡിലോട്ടൊക്കെ ഉള്ള ട്രെക്കിങ് നമ്മൾ ഒരു ആഗസ്റ്റ് സമയത്ത്, മഴയൊക്കെ ഉള്ളൊരു സമയത്ത് ചെയ്യുവാണെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കും. കാരണം ഒരു സ്റ്റീപ്പായിട്ടുള്ളൊരു മലയുടെ താഴ്വാരത്ത് കൂടിയാണ് നമ്മുടെ യാത്ര. അപ്പോൾ എന്തെങ്കിലും കല്ലൊക്കെ ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ അത്രയും താഴ്വാരത്ത് കൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ട്രെക്കിങ്ങും പരിപാടികളൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു സീസണിൽ പ്ലാൻ ചെയ്യുക, വരിക. അങ്ങനെ നമുക്ക് ഈ വില്ലേജിൻ്റെ വ്യൂ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇനി ഏകദേശം ഒരു 1/2 കിലോമീറ്ററൂടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വില്ലേജിൽ എത്തിച്ചേരാം. ഈ കാണുന്നതാണ് വില്ലേജ്. ഈ താഴെ നിന്നായിട്ട് തന്നെ നമുക്ക് വില്ലേജിൻ്റെ വീടുകളൊക്കെ കാണാം. ഏറ്റവും മുകളിലായിട്ടാണ് വില്ലേജിൻ്റെ ശരിക്കുമുള്ള ആ ഒരു ഇരിപ്പ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടാണ് നടക്കുന്നത്. ഇവിടുന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നൊരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം. റൂട്ടിങ്ങനെ മുമ്പോട്ട് കിടക്കുവാണ്. അതിന് സൈഡിലായിട്ടൊരു മന്ദിർ കാണാം.
ഇവിടുത്തെ ദേവത ഇരിക്കുന്നൊരു സ്ഥലമാണെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ വരുന്ന വഴിയിൽ നമ്മൾ സലാൽ വില്ലേജിൻ്റെ ഏറ്റവും മുകളിൽ നമുക്കിതുപോലെ ഒരു ഏരിയ കാണാം. പക്ഷെ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതിക്രമിച്ച് കയറരുത്, അവിടെ ദേവതയുടെ സ്ഥാനമാണ്, അവിടെ കയറുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഫൈനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ബോർഡൊന്നും കാണാനില്ല. പക്ഷേ ഇതും അതുപോലെയുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ വില്ലേജിൻ്റെ ഓരോരോ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് ചെറിയ അമ്പലങ്ങൾ പോലത്തെ ഒരു പ്രതിഷ്ഠകളൊക്കെ നമുക്ക് പോകുന്ന വഴികളിലൊക്കെ കാണാം. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് പെർമിഷൻ ഉണ്ട് അവിടെയൊക്കെ പോകാനായിട്ടും ചിത്രീകരിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ വീഡിയോഗ്രാഫി ടോട്ടലി അലൗഡ് അല്ല. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളും ഉണ്ട്. വില്ലേജിൻ്റെ തൊട്ട് താഴെത്തി ഇപ്പോൾ നമുക്ക് വേറൊരു വാട്ടർഫാളും കൂടെ കാണാം. ഒരു സൈഡിലായിട്ട് ഒരു പാറയുടെ ഇടയിൽ കൂടെയാണ് ഈ വാട്ടർഫാൾ ഒഴുകുന്നത്. അപ്പം ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നതും അല്ലെങ്കിൽ വളരെ കാണാനായിട്ട് തന്നെ വളരെ രസമുള്ള ഒരു ഏരിയയാണ് ഇവിടെ. ഇവിടെ നോക്കുമ്പോഴത്തേക്കും വലിയൊരു മലയെ കാണാം. പാറക്കല്ല് കൊണ്ടുള്ള ഒരു മലയാണ്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ കാണാം. ഈ മലയുടെ ഒരു സൈഡിലായിട്ടാണ് ഇവിടെ ഈ റസോൾ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. 10,000 ഫീറ്റ് സീ ലെവലിൽ നിന്ന് ഹൈറ്റിലായിട്ടാണ് ഈ റസോൾ വില്ലേജ് നിലകൊള്ളുന്നത്. അപ്പോൾ ഈ റസോൾ എന്ന് പറഞ്ഞൊരു പാസ്സാണ്. ഇവിടുന്ന് നമ്മൾ ഈ റസോളിൻ്റെ മുകളിലുള്ളൊരു മല ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മലാന വില്ലേജിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് നമുക്ക്. പക്ഷേ അതൊക്കെ പ്രോപ്പർ ട്രെക്കിംഗ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്ത് വേണം വരാനായിട്ട്, അങ്ങനെ ഒരു ലോങ് ട്രെക്ക് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മുടെ ഇന്നത്തെ പ്ലാന് നമ്മൾ റസോൾ വില്ലേജിൽ പോവുക, വില്ലേജിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ച് തിരിച്ചു പോരാനായിട്ടുള്ള പ്ലാനാണ്. പോകുന്ന വഴിയിൽ നമുക്ക് നടക്കാനുള്ള ഒരു ട്രയൽ കാണാം. വളരെ ചെറുതായിട്ടുള്ള ഒരു ട്രയലാണ്. ഒരു സൈഡ് നമുക്കിങ്ങനെ ഇടിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാം. ഇടിഞ്ഞ് താഴെ ആ പുഴയിലേക്ക് പോയി ചേർന്നേക്കുവാണ്. അതായത് മഴക്കാലത്തൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനായിട്ട് വളരെ ചാൻസ് കൂടിയ ഒരു ഏരിയയാണിത്. ഇവിടെ നിന്ന് ഇടിഞ്ഞ് പോയേക്കുന്നതാണ് ഈ കാണുന്ന താഴോട്ട് പോയേക്കുന്ന ഈ മണ്ണൊക്കെ. അപ്പോൾ എന്തായാലും വരുന്ന ആൾക്കാർ വളരെ കെയർഫുള്ളായിട്ട് സീസണൊക്കെ നോക്കി വേണം വരാനായിട്ട്. എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് നല്ലൊരു റൂട്ടോ അല്ലെങ്കിൽ നല്ലൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ആസ്വദിച്ച് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അവിടെ ഒരു റോഡോഡെൻഡ്രോണ്ട് ഏകദേശം ഒരു റെഡിഷ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, കുറച്ച് കൂടുതലുണ്ടല്ലോ ഇതിൽ. കൂടുതലുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഡാർക്കിഷ് ആണ്. അതെ, ഈ കാണുന്ന ഹാഫ് ഫ്ലവറാണ് നമ്മൾ നേരത്തെ കണ്ടത്, മറ്റേ പറിച്ച് കഴിച്ചതൊക്കെ. അങ്ങനത്തെ ഒരുപാട് മരങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഇനിയും കുറച്ചും കൂടെ പൂക്കൾ കാണാനുണ്ട്. പക്ഷേ ഇതൊരു സീസൺ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നല്ലേ? സീസൺ ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ഡ്രൈ ആയി കിടക്കുന്നത്. അല്ലെങ്കിൽ നല്ല സീസൺ ആകുമ്പോൾ ഇത് ഫുൾ റെഡിഷ് കളർ, റെഡ് ഓർ ഗ്രീൻ ഒരു വെറൈറ്റി കളർ ഇതായിരിക്കും. ആണ് ആ സമയത്ത് മൊത്തം ഏരിയ ഏകദേശം റെഡിഷ് ഗ്രീൻ ആയിട്ടായിരിക്കും. ആണ് ആ സമയം നല്ല രസമാണ്. ഇവിടെ ട്രെക്കിങ്ങിൻ്റെ സമയത്താണല്ലോ, ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടാണെങ്കിലും ഭയങ്കര രസമാണ് ഈ റെഡ് കളറുള്ള പൂക്കളുടെ ആ ഒരു സൈഡിൽ കൂടെയുള്ള യാത്രയൊക്കെ. അങ്ങനെ ആദ്യത്തെ വീടാണ് ഇവിടെ കാണുന്ന റസോളിലെ. പിന്നെ താഴ്വശത്തെ ഭാഗമൊക്കെ ധാബയൊക്കെയാണ്. രണ്ട് മലയാളി ടീംസിനെ കണ്ടിട്ടുണ്ട്. ഇവരെ ഒന്ന് പരിചയപ്പെടാം. ഹലോ ഗൈസ്, എങ്ങനെയാ പേരെങ്ങനെയാ? മുഹമ്മദ് യാസർ. രാഹുൽ. ആ, എവിടുന്നാ? നാട്ടിൽ നിന്ന് എവിടുന്നാ? ആലുവ. കേരളമാണെന്ന് പിടി കിട്ടി. ആലുവയാണോ? എറണാകുളം. കൊള്ളാം. ഇന്നിവിടെ റിസോർട്ടിൽ നിൽക്കാനുള്ള പ്ലാനാണോ? ടെന്റ് അടിച്ചോ? ടെന്റ് എവിടെ? ഏത് ഇത്ര ചെറിയ ടെന്റോ? ആ, ടെന്റ് കയ്യിലുണ്ടല്ലേ? അത് കൊള്ളാം. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, തകർക്ക്. നാട്ടിൽ ഞാൻ പാല, കോട്ടയം. എങ്ങനെയുണ്ടോ ഇതുവരെയുള്ള ട്രെക്കിംഗ് എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണോ ഇങ്ങോട്ട് പാർവതി വാലിയിലേക്ക്? ഈ വില്ലേജിലേക്കല്ലേ? ഗ്രഹൺ വില്ലേജ് വന്നിട്ടുണ്ടോ? ഏകദേശം അതും ഇതൊക്കെ ഏകദേശം അടുത്തടുത്ത ഹൈറ്റ് വരുന്ന വില്ലേജാണ്. നോവാ, ഇനി മുകളിലേക്ക് നിങ്ങൾക്ക് ഇനി നടക്കാനുള്ളത് ടെൻ്റ് അടിക്കേണ്ട ഏറ്റവും മുകളിലാണ്. അങ്ങനെ വില്ലേജിലേക്കുള്ള ബ്രിഡ്ജിൻ്റെ അവിടെ കണ്ടേ അമിത് ഭായിയും സന്ദീപൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. ബ്രിഡ്ജ് നല്ല രസമാണ്. സൈഡിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ട്, വെള്ള പൂക്കളൊക്കെ ആയിട്ട്. എൻ്റെ വില്ലേജിലെ ആദ്യത്തെ കടയാണ് കാണുന്നത്. എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ നമുക്ക് വില്ലേജിൻ്റെ ഈ കടയിൽ നിന്നാണ് മേടിച്ചിട്ട് മുകളിലേക്ക് കയറി പോകാവുന്നതാണ്. അങ്ങനെ വില്ലേജിൻ്റെ താഴ്വാര ഭാഗങ്ങളിലായിട്ട് നമുക്കിതുപോലെ ഒരുപാട് പഴയ വീടുകളൊക്കെ കാണാം. അതൊക്കെ വേറൊരു സൈഡിൽ നമ്മൾ നടന്നു പോകുന്ന റൂട്ടിൻ്റെ സൈഡിൽ നിന്നായിട്ട് ഇതിലേക്ക് കയറി പോയിട്ട് വളരെ ഉയരത്തിലൊക്കെയാണ് വീടുകളൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ വളരെ പഴക്കം ചെന്ന വീടുകളാണ്. അത് ആ വീടിൻ്റെ റൂഫിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ കല്ലുകൊണ്ടുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റൂഫിംഗ് സെറ്റപ്പൊക്കെയാണ് ഇവിടുത്തെ വീടുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഏറ്റവും മുകളിലാണ് ഇവിടുത്തെ റിസോർട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന വീടുകൾ, അതായത് വളരെ പുരാതനമായിട്ടുള്ള വീടുകളൊക്കെ നമുക്ക് ഈ മുകളിലൊക്കെ ആയിട്ട് കാണാം. വളരെ ഇത്രയും ഹൈറ്റിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്ന ഒരു പറ്റം ജനങ്ങളുടെ ജീവിത രീതിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു ട്രെക്കിൽ. അപ്പോൾ ഈ സൈഡിലായിട്ട് കണ്ടേ ഒരുത്തനോട് ഒന്ന് പുല്ല് തിന്നുന്നുണ്ട്. ഡേ മോട്ടു അവിടെ പുള്ളി. ഇവിടെ ഇങ്ങനെ കുറേ ചെറിയ പരന്ന ഏരിയയിലൊക്കെ കോർക്കഴുതയെ കെട്ടിയേക്കുവാണ്. ഇവിടെ നോക്കുമ്പോൾ കാണാം ഈ സൈഡിലെല്ലാം കോർക്കഴുതകളാണ്. ഇവിടെ ഒരുത്തൻ
പുല്ലുന്നോണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്ന് ഇതിൻ്റെ കുറച്ചും കൂടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ് കാണാം. നമ്മൾ നേരത്തെ സൈഡിലായിട്ട് കണ്ട ആ പുരാതനമായിട്ടുള്ള ആ വീടുകളിലേക്കൊക്കെ പോകാനായിട്ടുള്ള വഴിയാണിത്. അങ്ങനെ നമ്മൾ വില്ലേജിലേക്ക് കയറിയപ്പോഴത്തേക്ക് നമുക്കൊരു തോട്ടം കാണാൻ കഴിഞ്ഞു. അതായത് മലാന വില്ലേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹാഷ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വില്ലേജും റസോൾ വില്ലേജാണ്. അപ്പം വില്ലേജിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് കണ്ട തോട്ടം കാണാം. കഞ്ചാവിൻ്റെ ചെടികളാണ് ഈ കാണുന്നത്. ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് തോട്ടങ്ങളൊക്കെ കാണാൻ കഴിയും. നമ്മൾ ഈ വഴിയാണ് കയറി വന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കയറിയ വില്ലേജ് മുകളിൽ നമുക്ക് കാണാം. അവിടം വരെ നമ്മൾ എത്തേണ്ടതുണ്ട്. അപ്പോൾ വില്ലേജിൻ്റെ ഒരു മിഡിൽ ഭാഗത്തായിട്ടാണ് നമുക്കിതുപോലെ തോട്ടങ്ങൾ കാണാൻ കഴിയുന്നത്. ഒരുപാട് ചെടികൾ തൈകളാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതൊരു സീസൺ ആകുമ്പോഴത്തേക്കും ഇവരിതിൽ നിന്നാണ് ഈ ചരസ് ഉൽപ്പാദിപ്പിക്കുന്നത്. നല്ല രീതിക്ക് സ്നോ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഒരു മഞ്ഞുകാലത്തൊക്കെ വരുവാണെങ്കിൽ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഒരു വില്ലേജിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിക്കാൻ പറ്റും നമുക്കിവിടെ. ഇതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീടുകളുടെ ഒരു നിർമ്മിതി തന്നെ വ്യത്യസ്തമാണ്. വളരെ നല്ല ഹൈറ്റിൽ തടി കൊണ്ടൊക്കെയാണ് ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിവശത്തൊക്കെ തൊഴുത്താണ്. ഇവർ തൊഴുത്തായിട്ട് സെറ്റ് ചെയ്തേക്കുവാണ്. മുകളിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ കച്ചികളൊക്കെ അടുക്കി വെച്ചേക്കുന്ന കാണാം. മഞ്ഞുകാലത്ത് ഇവരുടെ മൃഗങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള ഫുഡൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. വേർത്ത് കുളിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ്. വില്ലേജിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരോടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വില്ലേജിലേക്ക് എത്തുവാണ്. പക്ഷേ അവിടം വരെ എത്തുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തനെ അങ്ങോട്ട് കയറ്റമാണ്. ഇവിടെ ജീവിക്കുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. എങ്ങനെ ജീവിക്കുന്നു ഇത്രയും ഹൈറ്റിൽ? അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വില്ലേജ് വിസിറ്റിൽ നമുക്ക് മനസ്സിലാവും ആൾക്കാരൊക്കെ ഏത് തരത്തിലുള്ള അറ്റ്മോസ്ഫിയറിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ടെറൈനിലാണ് ജീവിതം അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ എത്രത്തോളം ഈസി ആയിട്ടുള്ള ഒരു ലൈഫാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെയുള്ള യാത്രകളിൽ. അപ്പോൾ എന്തായാലും ഇത് ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ വില്ലേജും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് എന്തായാലും ഇതൊരു കഠിനമായിട്ടുള്ള ഒരു ആനകേറ മലയെന്ന് തന്നെ പറയാം. അത്രയും നല്ലൊരു ഹൈറ്റിലാണ് ഈ വില്ലേജ് നിൽക്കുന്നത്. പക്ഷേ വില്ലേജിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വില്ലേജിൻ്റെ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ. വളരെ മനോഹരമാണ് വില്ലേജ്. അത്രയും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വളരെ ക്വയറ്റ് ആൻഡ് കാമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വളരെ സൈലൻ്റാണ് വില്ലേജ്. അപ്പോൾ അങ്ങനെ ആ വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഇവിടെ ഒരുപാട് ഹോം സ്റ്റേസും അല്ലെങ്കിൽ കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് താഴെ നോക്കുമ്പോൾ തന്നെ പാറകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് എന്തായാലും രാവിലെ അവിടെ താഴെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിയുമ്പോൾ നമുക്കിവിടെ വില്ലേജിലെത്തി ഇവിടെ താമസിച്ച് റെസ്റ്റ് ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളും അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ ആസ്വദിച്ച് നമുക്ക് പിറ്റേ ദിവസം ഒരു ഉച്ചയോടുകൂടി താഴെ കസോളിലേക്ക് തിരിച്ചിറങ്ങി ചെല്ലാൻ പറ്റിയ ഒരു മിനിമൽ ട്രക്കാണ് ഈ റസോൾ വില്ലേജിലേക്കുള്ള ട്രക്ക്. ഫൈനലി ഇതാണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ കാണുന്നതാണ് റസോൾ വില്ലേജ്. നമ്മൾ നല്ലൊരു ഹൈക്ക് നടത്തി നല്ലൊരു ഹൈറ്റിൽ ഗെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിതവിടെ കസോൾ ക്യാമ്പിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ വളരെ ഹൈറ്റിൽ കണ്ട ഒരു മൗണ്ടൻ നമ്മുടെ നേരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം വില്ലേജിലേക്കുള്ള എൻട്രൻസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് വീടാണ്. ആ വീടും ഹോം സ്റ്റേ എല്ലാം കൂടെ കൂട്ടിയാണ് നമുക്കിവിടെ കാണാം. അവിടെ വീട്ടിലോട്ടുള്ള എൻട്രൻസിൻ്റെ അവിടെയായിട്ട് ഇവരുടെ ഹോം സ്റ്റേയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഇവരുടെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവർ കൃഷി ചെയ്യുന്ന തോട്ടങ്ങൾ. ഈ താഴെയൊക്കെ ആയിട്ട് ഇവിടെ ആപ്പിൾ മരങ്ങളൊക്കെ കാണാം. നമ്മളൊരു ആപ്പിൾ സീസണിലാണ് ഇവിടെ വരുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആപ്പിളൊക്കെ ഫ്രഷായിട്ട് പറിക്കാനായിട്ടും കഴിക്കാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകണമെങ്കിൽ അതിനുള്ള ഒരു അവസരമൊക്കെ കിട്ടും. അങ്ങനെ വില്ലേജിനകത്തോടെ നടക്കുമ്പോൾ ഇങ്ങനെ ചെളിയൊക്കെ പിടിച്ചുള്ള ഒരു വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ വില്ലേജിൻ്റെ ഏറ്റവും മുകളിൽ വരെ ഇങ്ങനെയാണ് നമുക്ക് നടക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പുതുതായിട്ട് നിർമ്മിച്ച ബിൽഡിങ്ങൊക്കെ ആണെങ്കിൽ ഒരു 3 നില 4 നില ഹൈറ്റിലൊക്കെയാണ് ബിൽഡിങ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ വീടുകളൊക്കെ നമുക്ക് ഇതുപോലെ സൈഡുകളിലായിട്ടൊക്കെ കാണാം. പിന്നെ ഈ വില്ലേജിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പം അവിടെ നമുക്കിതുപോലെ പഴയ വീടുകളൊക്കെ കാണാം. പഴയ കല്ലുകൊണ്ടുള്ള റൂഫിംഗ് ഒക്കെയുള്ള വീടുകൾ. അപ്പോൾ എന്തായാലും നമുക്കിതുപോലെയുള്ള ഒരു ട്രയലിൽ കൂടെ വേണം നടക്കാനായിട്ട്. ഈ 2 സൈഡിലും വീടുകളും ഹോം സ്റ്റേകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുത്തനെയുള്ളൊരു കയറ്റമാണ്. അങ്ങനെ കയറ്റം കയറി ഏറ്റവും സെൻറ്ററിലാണ് ഇവിടുത്തെ ആ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നത്. बलि का सिस्टम है? नहीं बलि का नहीं है। ऊपर से का यहाँ मिलता है, मिल के लाते हैं यहाँ। अच्छा, जो नेचुरली गिरा होता कहीं जाता गिरा हुआ कोई ना होता तब लगाते हैं उसको यहाँ। अच्छा, इसकी कुछ ऐसी मान्यता है कि लगाने से? ये दूसरा ये चांदी के बनाते हैं, देखे चांदी का। अच्छा हाँ, ये चांदी के वो जो छोटे छोटे हाँ चांदी। बाकी ये गोल्ड का कोई जानवर का ऊपर जोत में मिलेगा जो उसका सारा है, सारा शीट में। अगर ऐसा कोई इच्छा है कि अपनी मान्यता की जो लाएगा उसको वो दे सकते हैं। हाँ, कोई भी दे सकते हैं उसको। कोई बाहर लाया, कोई इधर का आया। अंदर कोई मूर्त वैसे कुछ नहीं है? मूर्त कुछ नहीं, बस ये अपने से लाना। और त्योहार के टाइम पे जैसे ये अपनी पालकी यात्रा होती है देवताओं की, उसमें यहाँ पर आते हैं कोई देवता? आता है देवता, जमलू आता है, मलाने बड़ा जमलू आता जमलू देवता। यहाँ आरे पर के देवते आते हैं इधर। पहले ये नहीं जाति का ये जाति नहीं बिल्कुल।
ഇവിടുത്തെ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ സ്റ്റെയർ ഉണ്ടാക്കിയിരിക്കുന്നത്, തടി കൊണ്ടുള്ള ഒരു സ്റ്റെയറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതുപോലത്തെ സൃഷ്ടികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര പഴക്കം ചെന്ന ആ ഒരു കൾച്ചറാണ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന്. ടോപ്പിലെ ഒരു വീടാണ് കാണുന്നത്. വീടിൻ്റെ താഴെയായിട്ട് ഇതുപോലെ വിറകുകളൊക്കെ അടുക്കി വെച്ചേക്കുവാണ് ഇവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവർ കൂടുതലായിട്ടും ഇതുപോലെ വിറകൊക്കെ വെച്ചിട്ടുള്ള അടുപ്പൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുപോലെ വിറകുകളും അല്ലെങ്കിൽ ഇവിടുത്തെ മൃഗങ്ങൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടുത്തെ വീടിൻ്റെ താഴ്വശത്തായിട്ട് ഒരുപാട് നമുക്ക് കാണാം. ഇവിടെ വീട് റൂഫ് ചെയ്യാനായിട്ടുള്ള കല്ലുകളൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം പഴയ വീടുകളൊക്കെ ആണെങ്കിൽ ഇവർ റൂഫ് ചെയ്യുന്ന ഇതും ഈ ഒരു കല്ല് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് റൂഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം സ്നോ വന്നു കഴിഞ്ഞാലും വീടിനോ അല്ലെങ്കിൽ റൂഫിങ്ങിനൊന്നും ഒരു കുഴപ്പം പറ്റാത്ത രീതിയിലുള്ള ഒരു റൂഫിങ്ങാണിത്. അപ്പോൾ ഈ റൂഫിങ് വെച്ചിട്ടുള്ള വീടുകൾ നമുക്ക് ഒരുപാട് ഇവിടെയൊക്കെ കാണാം. അപ്പോൾ ഞാനിവിടെ ഗ്രഹൺ വില്ലേജിൽ പോയപ്പോൾ അവിടുത്തെ ഒരാളോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇതുപോലൊരു കല്ല് വെച്ചിട്ടുള്ള ഒരു റൂഫിങ് ചെയ്തൊരു വീടുണ്ടാക്കാൻ ഒരാളുടെ ആയുസ്സിൽ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് അവിടുത്തെ ആൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് വീടുകൾ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് അത്രയും കാലങ്ങളെടുത്ത് ഉണ്ടാക്കിയ ഓരോ വീടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പം ഈ വില്ലേജിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഇത്രയും പഴക്കം ചെന്ന ആ ഒരു റൂഫിംഗ് ടെക്നോളജിയിൽ പണിത വീടുകളൊക്കെ നമുക്ക് ഇവിടെയാണ് കാണാൻ കഴിയുന്നത്. താഴ്വാരത്തോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും പുതിയ ടെക്നോളജിയിലേക്ക് വന്നേക്കുവാണ് റൂഫിങ്ങും കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ നമുക്ക് കാണാം ഇതൊക്കെ പുതിയ രീതിയിലുള്ള റൂഫിങ്ങുകളാണ് ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് ഏറ്റവും ടോപ്പിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കാണാം ഏറ്റവും സെൻറ്ററിലായിട്ട് ഏറ്റവും ടോപ്പിൽ ഇവിടുത്തെ വീടുകളെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളും ഇതുപോലെ കല്ലുകൊണ്ടുള്ള ആ ഒരു റൂഫിംഗ് ആണ്. അപ്പോൾ ഒരു തവണ റൂഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു റൂഫിംഗ് ടെക്നോളജിയാണ് ഈ കല്ലുകൊണ്ടുള്ള ഒരു റൂഫിംഗ് ടെക്നോളജി. അത് ഹിമാചലിൽ ഉടനീളം നമ്മൾ വില്ലേജുകളിൽ കൂടെയൊക്കെ സഞ്ചരിക്കുമ്പം പുരാതനമായ വില്ലേജുകളാണെങ്കിൽ നമുക്ക് ഇതുപോലെ റൂഫ് ചെയ്തിട്ടുള്ള ഒരുപാട് വീടുകളും അല്ലെങ്കിൽ ഇതുപോലത്തെ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കാണുന്ന വീടിൻ്റെ ഏറ്റവും താഴത്തെ നിലയാണ്. ആ താഴത്തെ നിലയിലുള്ള ഒരു എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടെ വീടിൻ്റെ എൻട്രൻസിൻ്റെ ഇവിടെ ഡോറിൻ്റെയും മോഡ് വശത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാം തടിയിലൊക്കെ കൊത്തി വെച്ചിരിക്കുന്ന വളരെ പഴക്കം ചെന്ന ഒരു കാർവിങ്സ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് ഈ എൻട്രൻസ് ഈ വീടിൻ്റെ ഡോറിൻ്റെ സൈഡിൽ മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ലോക്കിട്ട് പൂട്ടിയേക്കുമാണ്. വളരെ ഒരു ചെറിയൊരു ഡോറാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനകത്താണ് ഇവർ ധാന്യങ്ങളും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഏരിയ ആണിത്. ഫൈനലി നമ്മൾ ട്രെക്ക് ചെയ്ത് വില്ലേജിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. റിസോൾ വില്ലേജിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത് എൻ്റെ പുറകിൽ കാണുന്നത്. ഇവിടെ ഏറ്റവും മുകളിൽ വന്നാലേ ഉള്ളൂ നമുക്ക് ശരിക്കും ഈ വില്ലേജിൻ്റെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. എത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ വില്ലേജസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ കാഴ്ചയൊക്കെ നമുക്ക് ആസ്വദിക്കാം ഏറ്റവും ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റിസോൾ വില്ലേജിലേക്കുള്ള യാത്രയും ഈ വില്ലേജിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ ട്രെക്കിങ്ങും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.